സന്തോഷം എന്നത് നമ്മൾ സ്വയം അനുഭവിക്കുന്നു എന്നതിൽ ഉപരി നമ്മളോടൊപ്പം ഉള്ള വ്യക്തികൾ അത് ആസ്വദിക്കുന്നു, അതവരും സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതിലാണ് നമ്മുടെ യഥാർത്ഥ സന്തോഷം നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് യഥാർത്ഥ സന്തോഷത്തിലേക്ക് പോകുവാനായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നല്ല സന്തോഷം ലഭിക്കുവാനായിട്ട് നമുക്ക് നല്ലൊരു ഭവനം ആവശ്യമാണ്, നല്ലൊരു വീട് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പാലാ ടൗണിൽ നിന്നും ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ദൂരം മാറി പാലാ ഭരണങ്ങാനം റോഡിൽ, അതായത് പാലാ ഈരാറ്റുപേട്ട വാഗമണ്ണ പൂഞ്ഞാറ് ഒക്കെ പോകുന്ന റൂട്ടിൽ ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരം മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 17 സെന്റ് സ്ഥലത്തിൽ 2600 സ്ക്വയർ ഫീറ്റ് വീടിന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. 5 ബെഡ്റൂം ഉള്ള വീടാണ്, 17 സെന്റ് സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കുന്ന വില 1,25,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. നമുക്ക് നേരെ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരേക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് 17 സെൻറ്റ് സ്ഥലത്തിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗംഭീര 2 നില വീടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു അടിപൊളി വീട് തന്നെയാണ്, ഗംഭീര വീട്. ഇതാണ് പഞ്ചായത്ത്, വീതിയുള്ള പഞ്ചായത്ത് റോഡാണ്. വീതിയുള്ള റോഡ് ഇപ്പം നമുക്കറിയാം, എല്ലാ റോഡുകളും പൈപ്പ് ലൈൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൈപ്പ് ലൈൻ, മീനച്ചിൽ നദീതട സംയോജനം എന്നോ അങ്ങനെ എന്തോ പേര് പറഞ്ഞുള്ള പൈപ്പ് ലൈൻ എല്ലാ ചെറിയ റോഡുകളും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ടാറിങ് കുറച്ച് കുറവായിട്ട് തോന്നുന്നത്. നമ്മൾ നേരെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി നല്ല ഒരു ആകാര ഭംഗിയും പ്രൗഢിയും തോന്നിക്കുന്ന രീതിയിലുള്ള നല്ലൊരു വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ കണ്ടത്. നമ്മളിനി സൈഡ് വഴി, ബാക്ക് സൈഡ് വഴി നമ്മൾ ഒന്ന് കാണാനായിട്ട് പോവുകയാണ്. ബാക്കിലെ മുറ്റമൊക്കെ നമുക്കൊന്ന് കാണാം. ഇഷ്ടംപോലെ മുറ്റമുള്ളൊരു വീട് തന്നെയാണ്. ഇതാണ് ബാക്കിലെ മുറ്റം. നമുക്കൊരു ചെറിയൊരു അടുക്കളത്തോട്ടം നിർമ്മിക്കുവാനായിട്ട് പറ്റുന്ന രീതിയിൽ വലിപ്പമുള്ള മുറ്റമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വീടിൻ്റെ പ്രത്യേകത. 2650 സ്ക്വയർ ഫീറ്റാണ് ഈ വീട്. ഈ കിണർ, ഇവിടെ ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട്. ഒപ്പം ഒരു ബോർവെല്ലും കൂടെ, നേരത്തെ ഉണ്ടായിരുന്ന ബോർവെല്ല് അവിടെ നിലനിർത്തിയിട്ടുമുണ്ട്. അങ്ങനെയാണ് ഈ വീടിൻ്റെ ജലത്തിൻ്റെ സ്രോതസ്സ്. അതുപോലെ നമ്മൾ പൈപ്പ് ലൈൻ്റെ കാര്യം തുടക്കത്തിൽ പറഞ്ഞു. നമ്മുടെ പാലാ മേഖലയിൽ, അതായത് കോട്ടയം ജില്ല മുഴുവനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ മേഖലയിലും ചെല്ലുമ്പം കാണാം റോഡൊക്കെ ഒരു സൈഡ് കുഴിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലങ്കര ഡാമിൽ നിന്നും വെള്ളം മലമുകളിലേക്ക് വെള്ളം അടിച്ച് കയറ്റിയിട്ട് അത് എല്ലായിടത്തേക്കും വാട്ടർ സപ്ലൈ 24 മണിക്കൂറും കൊടുക്കുവാനായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ്. അത് ഒരു വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിലാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആ പദ്ധതിയുടെ പൈപ്പ് ലൈനും ഇതുവഴി വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് നമ്മൾ വീണ്ടും വന്നു. നല്ല പ്ലാവ്, അതുപോലെ തന്നെ മാവ്, അങ്ങനെയുള്ള കൃഷികളൊക്കെ സൈഡിൽ വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇത് ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിലൂടെ ഗ്രാസ് വയ്ക്കുവാനായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല അതും കൂടെ കഴിയുമ്പോൾ ഒരു മനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണ് ഈ വീട്. വലിപ്പമുള്ള കാർ പോർച്ചാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഏത് വാഹനവും ഇന്നോവ, ഫോർച്യൂണർ പോലത്തെ വാഹനമെന്ന് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുമ്പോൾ, ഇവിടെ നമുക്ക് വേണേൽ ഒരു ട്രാവലർ വേണമെങ്കിലും കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള വലിപ്പമുള്ള കാർ പോർച്ചാണ്. അവിടെ നിന്ന് നമ്മൾ ഇവിടെ നമ്മുടെ സിറ്റ് ഔട്ടിലേക്കാണ് കയറുന്നത്. സിറ്റ് ഔട്ട് എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ്. നമുക്ക് എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ഊഞ്ഞാലൊക്കെ കെട്ടി തൂക്കിയിടാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനൊക്കെ, ഈ ചൂരലിൻ്റെ ഊഞ്ഞാലൊക്കെ കിട്ടും. അങ്ങനെ ഒരു ഊഞ്ഞാലൊക്കെ ഇടാനൊക്കെ ആയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു എൽ ഷേപ്പ് സിറ്റ് ഔട്ടാണ്. ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഡോറ് ഡബിൾ പാളി ഡോറാണ്. തേക്കിൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല വിശാലമായ ഒരു സ്വീകരണ മുറിയിലേക്കാണ് നമ്മൾ കയറിയത്. ഇവിടെ നമ്മുടെ ഇൻറ്റീരിയർ ജിപ്സം വർക്കുകളൊക്കെ നമുക്ക് കാണാം. നല്ല ജിപ്സം വർക്കുകളുണ്ട്. ടെക്സ്ചർ വർക്കാണ് ഈ ഒരു വാളിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇതാണൊരു പാർട്ടീഷൻ വർക്ക് പോലെ മൾട്ടിവുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടീഷൻ വർക്കാണ് ഇവിടെ ഈ ഡൈനിങ്ങുമായിട്ടുള്ള തിരിവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഒരു പാർട്ടീഷൻ വർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. 17 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.
നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ട്, ജിപ്സം വർക്കുകൾ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു വീട് തന്നെയാണ് ഇവിടെ. ഇവിടുന്ന് നമ്മൾ ഇതാണ് കിച്ചൺ, ഒരു സെമി ഓപ്പൺ കിച്ചണാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഇൻറ്റീരിയർ ജിപ്സം വർക്കുകൾ നമുക്ക് വീണ്ടും കാണാം. നല്ല ഒരു കളർ കോഡൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു വീട് തന്നെ. നമ്മൾ നേരെ വീടിന് കിച്ചൻ്റെ അകത്തേക്ക് പോവുകയാണ്. കിച്ചൻ്റെ അകത്തെ കണ്ടിട്ട് നമ്മൾ സാധാരണഗതിയിൽ ലാസ്റ്റാണ് കിച്ചൻ്റെ അകത്തേക്ക് പോകുന്നത്. ഇതിപ്പം ആദ്യം തന്നെ കിച്ചനകത്തേക്ക് പോകാം. 2 നില വീടുകൾ എടുക്കുമ്പോൾ നമ്മൾ ഓരോ ബെഡ്റൂം എടുത്ത് മുകളിൽ ചെന്നാണ് വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഒരു വീഡിയോ എടുത്തപ്പോൾ കിച്ചൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയിരുന്നു. അതുപോലെ സംഭവിക്കാതിരിക്കാനാണ് ഇവിടെ ആദ്യം കിച്ചൺ നമുക്ക് എടുക്കാൻ പോകുന്നത്. ഇവിടെ കിച്ചൺ നല്ല ഗംഭീരമായിട്ടുള്ള മൾട്ടിവുഡ് കൊണ്ടുള്ള നല്ലൊരു കിച്ചണാണ്. നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയിലും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ പുകയില്ലാത്തൊരു അടുപ്പ് കൊടുത്തിട്ടുണ്ട്, ആലുവ അടുപ്പ്. നല്ലൊരു വലിപ്പമുള്ളൊരു കിച്ചണും നല്ലൊരു വർക്ക് ഏരിയയും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. ഇവിടെ നമ്മൾ വീണ്ടും വർക്ക് ഏരിയയിലേക്ക് തന്നെ കിച്ചണിലേക്ക് തന്നെ കയറി നല്ല പ്രൊഫൈൽ ഹാൻഡിൽ കൊടുത്ത്, മോഡുലാർ കിച്ചൺ ചെയ്യുന്ന സ്റ്റൈലിൽ പ്രൊഫൈൽ ഹാൻഡിൽ കൊടുത്താണ് ഇവിടെ കിച്ചൻ്റെ കബോർഡുകൾ ചെയ്തിരിക്കുക. നല്ല വലിപ്പമുണ്ട്. ഫ്രിഡ്ജ് വെക്കുവാൻ, വാഷിംഗ് മെഷീൻ വെക്കുവാനൊക്കെ വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ്. വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് ഇറങ്ങിയത്. ഡൈനിങ് ഹാളിൽ ഇറങ്ങിയിട്ട് ഇനി 2 ബെഡ്റൂം താഴെയുണ്ട്. ആ 2 ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഓടിച്ചെല്ലാം. തടി കൊണ്ടുള്ള പ്ലാവിൻ്റെ ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബെഡ്റൂമുകൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. ഇവിടെ ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ, ചെറിയ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയയിൽ. അവിടുന്ന് ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. ഫൈബറിൻ്റെ ഡോറാണ്, നല്ല ഡോറാണ് ചെയ്തിരിക്കുക. ഇവിടെ നമ്മുടെ ടോയ്ലറ്റ് നല്ല ഭംഗിയുള്ള ടൈലുകളൊക്കെ ചെയ്ത് നല്ല ടോയ്ലറ്റ് വർക്കുകളാണ്. ഇത് നമ്മുടെ കാല് ഉരച്ച് കഴുകാനൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റോൺ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമുക്ക് എല്ലാ ടോയ്ലറ്റിലും ഇത് ചെയ്തിട്ടുണ്ട്. ഇത് 2 പൈപ്പ് വന്നിരിക്കുന്ന, ഒന്ന് ചൂടുവെള്ളത്തിൻ്റെയാണ്. സെറായുടെ മെറ്റീരിയലാണ് മൊത്തം കൊടുത്തിരിക്കുന്നത്. ക്ലോസറ്റ്, വാഷ് ബേസിൻ എല്ലാം സെറായാണ് കൊടുത്തിരിക്കുക. എല്ലാം ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള 10 വർഷം ഗ്യാരൻറ്റിയുള്ള മെറ്റീരിയലുകൾ തന്നെയാണ്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു. 2ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. സ്റ്റെയർ കേസിന് സമീപത്തായിട്ടാണ് 2ാമത്തെ ബെഡ്റൂം. ഇൻവെർട്ടറിൻ്റെ പോയിൻ്റ് ഈ വീടിന് കൊടുത്തിട്ടുണ്ട്. പവർ പ്ലഗ് ഒഴിച്ച് ബാക്കി എല്ലാ പ്ലഗുകളും ലൈറ്റുകളും തെളിയാവുന്ന രീതിയിൽ ഇൻവെർട്ടർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റാണ്. ഇവിടെ എക്സോസ് ഫാൻ സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇവിടെ 2ാമത്തെ ബെഡ്റൂമിൻ്റെ ഇതാ സെറായുടെ ക്ലോസറ്റൊക്കെയാണ്. അങ്ങനെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം, കിച്ചന്, ഹോള്, ഡൈനിങ്, ഇത്രയും ദൃശ്യങ്ങൾ കണ്ടു. 3 ഫേസ് ആണ് വയറിങ് ചെയ്തിരിക്കുക. നമുക്ക് നേരെ മുകളിലത്തെ നിലയിലേക്ക് കയറി പോകാം. മുകളിലത്തെ നിലയിൽ കയറി കഴിയുമ്പോൾ നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് ഇവിടെയുണ്ട്. നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ 3 ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ആയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കയറി നല്ല ടൈലുകൾ കാര്യങ്ങളെല്ലാം താഴത്തെ നിലയിലെ ടൈല് തന്നെയാണ്, ടൈല് വർക്കുകൾ തന്നെയാണ് മുകളിലും ചെയ്തിരിക്കുക. ഇത് നമ്മൾ ആദ്യത്തെ ബെഡ്റൂം ഇവിടെ കാണുകയാണ്. നല്ല ഇതുപോലെ തന്നെ AC-യുടെ പോയിൻ്റ് സൗകര്യങ്ങളൊക്കെയുള്ള ബെഡ്റൂമുകളാണ്. ഇന്നിപ്പം പല കുടുംബങ്ങളിലും ആളെണ്ണം കൂടുതലുണ്ട്. കുട്ടികളൊക്കെ 4-5 കുട്ടികളൊക്കെ ഉള്ള വീടുകൾ ഒത്തിരിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡ്റൂമുകളുടെ എണ്ണം കൂടുന്നത് നമുക്ക് ആവശ്യമാണ്. കാരണം കുട്ടികളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ മെമ്പേഴ്സ്, പേരൻസ്, അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവരുടെ കുട്ടികൾ, അങ്ങനത്തെ രീതിയിൽ മെമ്പേഴ്സ് കൂടുതലുള്ള വീടുകൾക്ക് എപ്പോഴും ഇതുപോലെ തന്നെ ആവശ്യമാണ്
ബെഡ്റൂമുകളുടെയാണ്. ഇപ്പോൾ ഇത് 5 ബെഡ്റൂമുള്ള വീടാണ്. 5 ബെഡ്റൂം വീട്. 5 ബെഡ്റൂമുള്ള വീടിൻ്റെ ഇവിടുന്ന് നമ്മൾ ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്. ആ ഓപ്പൺ ടെറസ് ഏരിയയും ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി തന്നെ എടുത്തിരിക്കുന്നതാണ്. ഇത് ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ് ഉണ്ട്. 2 വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇവിടെയും വെച്ചിട്ടുണ്ട്, ഒരെണ്ണം മുകളിലും വെച്ചിട്ടുണ്ട്. മുകളിലെ വാട്ടർ ടാങ്ക് കഴുകാനായിട്ട് കയറുവാനായിട്ട് 6 മാസം കൂടുമ്പോഴാണെങ്കിലും ഒന്ന് കഴുകണ്ടേ. അപ്പോൾ അങ്ങനെ കഴുകാൻ കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിന് സ്റ്റെയർ കേസിൻ്റെ ആവശ്യം പോലും ഇല്ല മുകളിലോട്ട് കയറാനെങ്കിലും അവിടെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഷീറ്റ് വർക്കൊക്കെ ചെയ്ത് വെള്ളം ഇങ്ങോട്ട് വരാത്ത രീതിയിൽ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ആയിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ വന്നിരുന്ന് പഠിക്കുവാൻ, ഒരു ഹൈസ്കൂളിലൊക്കെ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് ആരുടെയും ശല്യം കൂടാതിരുന്ന് പഠിക്കാം. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന IT മേഖലയിലുള്ളവർക്കൊക്കെ ഇവിടെ വന്നിരുന്ന് ഒരു ജോലി ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ഫോണിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് വീട്ടിലുള്ളവർക്ക് ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ടെറസ് ഏരിയയാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റും വന്നിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡും 2 ഒരു കോമൺ ടോയ്ലറ്റും കൂടിയാണ് കൊടുത്തിരിക്കുക. അപ്പോൾ 5 ബെഡ്റൂമും 4 ടോയ്ലറ്റും എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇതാണ് ഇവിടുത്തെ കോമൺ ടോയ്ലറ്റ്. നല്ല രീതിയിൽ തന്നെ ഷവർ ഏരിയയും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുക. ബെഡ്റൂമുകളിൽ നിന്നും ബെഡ്റൂമുകളിലേക്ക് തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചെയ്യുന്ന വർക്കിലൊരു ഫിനിഷിംഗ് ഉണ്ട്. നല്ലൊരു വാങ്ങിച്ചിരിക്കുന്ന ടൈലാണെങ്കിലും അതിൻ്റെ കളറാണെങ്കിലും അല്ലെങ്കിൽ പെയിൻറ്റിങ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലൊരു ഫിനിഷിങ് ഉണ്ട്. നല്ലൊരു ക്വാളിറ്റി തോന്നിക്കും. നല്ല രീതിയിൽ തോന്നിക്കുക മാത്രമല്ല നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് വീടിൻ്റെ ദൃശ്യങ്ങളിൽ നമുക്ക് തോന്നിയത്. ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ദൂരം കയറി കഴിയുമ്പോൾ നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിലേക്കാണ് നമ്മൾ കയറുക. ആ റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. RC പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 500 മീറ്റർ ദൂരം മാത്രമാണ്. അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് 1 കിലോമീറ്റർ ദൂരമാണ്. അങ്ങനെ കടകൾ തൊട്ടടുത്ത് തന്നെ ചെറിയ കടകളൊക്കെ ഉണ്ട്. പാലാ ടൗണിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു 3.5 കിലോമീറ്റർ 4 കിലോമീറ്റർ ദൂരമായിരിക്കും പാലാ ടൗണിലേക്കുള്ളത്. നമുക്ക് പാലാ ടൗണിൽ ബസ് സ്റ്റാൻഡ്, സ്കൂളുകൾ, ആശുപത്രികൾ, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ, പലചരക്ക്, പച്ചക്കറി, മീറ്റ്, കോൾഡ് സ്റ്റോറേജ് അങ്ങനെയുള്ള മാർക്കറ്റുകളെല്ലാം ഈ 3-4 കിലോമീറ്റർ ദൂരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.